സംസ്ഥാനം വീണ്ടും ഒരു പരീക്ഷാകാലത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് SSLC പരീക്ഷ തുടങ്ങും, നാളെ +2 പരീക്ഷ തുടങ്ങും. 4 ലക്ഷത്തിലധികം കുട്ടികൾ SSLC എക്സാം എഴുതുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് കൂടെയുള്ളത്. മിനിസ്റ്ററെ, പരീക്ഷ എത്തുകയാണ്, അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ക്രമീകരണങ്ങളെല്ലാം? പരീക്ഷ SSLC പരീക്ഷയും ഹയർ സെക്കൻഡറി പരീക്ഷയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയും അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുക. 4,17,497 കുട്ടികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. +1 പരീക്ഷയാണെങ്കിൽ 4,11,025 കുട്ടികൾ പരീക്ഷ എഴുതുകയാണ്. +2 പരീക്ഷയാണെങ്കിൽ 4,52,437 കുട്ടികൾ പരീക്ഷ എഴുതുകയാണ്. അപ്പോൾ പിന്നെ കുട്ടികളുടെ അക്കാഡമിക് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ പോർഷനെല്ലാം പൂർത്തീകരിച്ചു, റിവിഷൻ കഴിഞ്ഞു, മോഡൽ പരീക്ഷ കഴിഞ്ഞു. കുട്ടികൾക്ക് SSLCയിലെ കുട്ടികൾക്ക് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ തെറ്റായ ഒരു വാർത്ത കുറേ പേടിയുണ്ടാക്കിയിട്ടുണ്ട്. പരീക്ഷ വലിയ കടുപ്പമായിരിക്കും പരീക്ഷ എഴുതാൻ എന്നെല്ലാം പറഞ്ഞ് കുട്ടികളെ വിരട്ടി ചില ആൾക്കാർ അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഗൗരവമായിട്ട് എടുക്കുകയും പോലീസിലൊക്കെ തന്നെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പിന്നെ പെട്ടെന്ന് അവസാനിച്ചു. അതുമാത്രമല്ല, ഞാൻ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്ക് പുതിയ പാഠപുസ്തകങ്ങളാണ്. പുതിയ പാഠപുസ്തകം നിങ്ങൾക്ക് പിന്നെ ഓണപ്പരീക്ഷ ഉണ്ടായിരുന്നു, ക്രിസ്മസ് പരീക്ഷ ഉണ്ടായിരുന്നു, മോഡൽ പരീക്ഷ ഉണ്ടായിരുന്നു, ക്ലാസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പിന്നെ പുതിയ പാഠപുസ്തകം ആയതുകൊണ്ട് തന്നെ കൂടുതൽ പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബേജാറാവേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് നിഷ്പ്രയാസം എഴുതാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് അവർക്ക് ആശ്വസിപ്പിച്ചു. ഇപ്പോൾ കുട്ടികളുടെ ആത്മവിശ്വാസത്തിലാണ്, പരീക്ഷ എഴുതാൻ പറ്റുന്ന ആത്മവിശ്വാസത്തിലാണ്. ആകെ സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഗൾഫ് രാജ്യങ്ങളിൽ നമ്മൾ സെൻറ്റേഴ്സിലെ പരീക്ഷ മാറ്റിവെച്ചു. കാരണം ആ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല. വേറൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ സെൻറ്ററിൽ പരീക്ഷ എഴുതേണ്ട കുട്ടികൾ ഗൾഫിൽ അച്ഛനും അമ്മയും കാണാനും മറ്റോ പോയ കുറേ കുട്ടികളുണ്ട്. അവർക്ക് ഇങ്ങോട്ട് വരാൻ നിവൃത്തിയില്ല, ഇവിടെ വന്ന് പരീക്ഷ എഴുതാൻ നിവൃത്തിയില്ല. അവർക്കും പിന്നെ ബദൽ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടി പോലും ഈ യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കുട്ടിക്ക് പോലും പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയുള്ള അവസരം നിഷേധിക്കപ്പെടുന്ന പ്രശ്നമേ ഇല്ല. അപ്പോൾ ബദൽ സംവിധാനം അത് ഗൾഫിലും ഉണ്ടാക്കും, കേരളത്തിലുണ്ടാക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ കേരളത്തിലും ഉണ്ടാക്കും. യുദ്ധഭീതി കഴിഞ്ഞാൽ പരീക്ഷ എന്നുള്ളതാണ്. അല്ല, യുദ്ധത്തിൻ്റെ ഈ യുദ്ധഭീതി മാത്രമല്ലല്ലോ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം അവസാനിച്ച് ഒരു സാധാരണ നിലയിൽ ജീവിതം ആരംഭിച്ചാൽ മാത്രമല്ല നമുക്ക് കാര്യങ്ങൾ പരീക്ഷയൊക്കെ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന കുട്ടികൾ ഒരു കാരണവശാലും അവർ ആത്മവിശ്വാസക്കുറവ് ഉണ്ടാവേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങളെല്ലാവരും നന്നായി പഠിച്ചവരാണ്. മോഡൽ പരീക്ഷ എഴുതിയതിൻ്റെ റിസൾട്ട് ഞാൻ ഏതാണ്ടൊന്നൊരു പരിശോധന സംസ്ഥാന അടിസ്ഥാനത്തിൽ നടത്തി. അതിലൊക്കെ തന്നെ നിങ്ങൾ നല്ല നിലയിലാണ് മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്നായി തന്നെ പരീക്ഷ എഴുതുക. മറ്റൊരു കാര്യം, നമ്മൾ നേരത്തെ തന്നെ കുട്ടികൾക്ക് കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പേടിയുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, അതിനുള്ള കൃത്യമായ നമ്പർ സംവിധാനങ്ങളെല്ലാം നൽകിയിരുന്നു. അപ്പോൾ അങ്ങനെ കുട്ടികൾ വിളിച്ചിട്ടുണ്ടോ? കുട്ടികൾ വിളിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു ഫോണിൽ കൂടെ വിളിച്ച് പേടി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ ഒരു കൗൺസിലിംഗ്, അങ്ങനെ ഒരു രീതി നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. അത് വളരെ കുറവാണ്. അങ്ങനെ കൗൺസിലിങ്ങിന് വേണ്ടി കുട്ടികൾ വിളിച്ചത് വളരെ കുറവാണ്. പിന്നെ മറ്റന്വേഷണത്തിന് വേണ്ടിയൊക്കെ വിളിച്ച കുട്ടികൾ ധാരാളം ഉണ്ടാവും. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ സ്ഥലത്തും എത്തിക്കഴിഞ്ഞു. സെക്യൂരിറ്റി ഉണ്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും. അതുപോലെ അധ്യാപകരെ നിയോഗിച്ചു കഴിഞ്ഞു. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞു. ഇനി കുട്ടികൾ വരിക, പരീക്ഷ എഴുതുക, അത് കഴിഞ്ഞിട്ട് പരീക്ഷാ പേപ്പർ നോക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ആയിക്കഴിഞ്ഞു. റിസൾട്ട് പ്രഖ്യാപിക്കുന്ന തീയതി ഏതാണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ചൂടുകാലമാണ്, അതുകൊണ്ട് ഈ സ്കൂളിൽ കൃത്യമായ അവിടെ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളിലും കുട്ടികൾക്ക് വെള്ളമാണ് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. എല്ലാ ക്ലാസ്സുകളിലും കുട്ടികൾക്ക് വെള്ളം കൊടുക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കണം. പിന്നെ എന്തൊക്കെയാണോ കുട്ടികൾക്ക് ഒരു ക്ലാസ്സിൽ ആവശ്യമുള്ളത് അതെല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും പരീക്ഷ എഴുതുന്ന SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ വിജയാശംസകൾ.
അങ്ങനെയാണ്. അപ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങിയിട്ടുണ്ട്. ഇനി കുട്ടികൾ ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതിയാൽ മാത്രം മതി എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിനൊപ്പം റിപ്പോർട്ടർ സുനിഷ ഇല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.